ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ഏകദേശം 8 മണിക്കൂറോളം നീണ്ടു നിന്നിരിക്കുകയാണ്. 8 മണിക്കൂറായിട്ടും 3 പേരും പരസ്പരം വിട്ടുകൊടുക്കില്ല, പരാജയപ്പെടില്ല എന്നുള്ളൊരൊറ്റ നിലപാടിൽ ടാസ്ക് അതിഗംഭീരമായിട്ട് തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് അടുത്തൊരു ഘട്ടം അല്ലെങ്കിൽ അടുത്തൊരു ടാസ്ക് ഇവർക്കായിട്ട് കൊടുക്കുകയാണ്. പിടിവള്ളി ടാസ്കിൽ 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചിട്ടാണ് അടുത്ത ഒരു ഘട്ടം കൊടുക്കുന്നത്. അതായത് അടുത്ത ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നത് പ്ലാസ്മ ടിവിയുടെ മുൻപിൽ 3 പേരും നിരന്നു നിൽക്കണം. അങ്ങനെ കയറിൽ പിടിച്ച് ആ കൈ തന്നെ നിവർത്തി പിടിക്കണം. മുട്ടുമടക്കാനോ കയർ താഴെ ഇടാനോ കൈ താഴ്ത്താനോ പാടില്ല, കൈ ബെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിടിവള്ളി ടാസ്കിന് ശേഷമുള്ള ഈ ഒരു ടാസ്കും അതിഗംഭീരമായിട്ട് തന്നെ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ തങ്ങളായിരിക്കും എന്നുള്ള മട്ടിൽ 3 ആളും വളരെയധികം സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി തന്നെ ഒരു ടാസ്ക് ചെയ്തു. എന്തായാലും ഉയരം എന്നത് ഈ ഒരു ടാസ്കിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് ആര്യനാണ്, അതിനേക്കാളും കുറച്ച് കുറവ് സാബുമാനാണ്, ഏറ്റവും കുറവ് അനുമോളാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഹൈറ്റ് വളരെയധികം കുറവായതുകൊണ്ട് തന്നെ കൈ ഒരുപാട് നേരം നിവർത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ഈ 2 പേരും ആര്യനും സാബുമാനും അവിടെ നിന്നുകൊണ്ട് ഈ ഒരു പ്രഷർ ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അനുമോൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അനുമോൾ കൈ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യമൊക്കെ 2-3 വട്ടം കണ്ണടച്ചു വിട്ടു. എന്നാൽ വീട്ടുകാരിൽ പലരും ഇത് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് അതിൽ പറയുകയാണ് അനുമോൾ ഔട്ടായി എന്നത്. എന്നിട്ടും അനുമോൾ ആ കയറ് താഴെ ഇടുന്നില്ല. ബിഗ് ബോസ് അനൗൺസ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ കയറ് താഴെ ഇടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവസാനം ബിഗ് ബോസ് അവിടെ നിന്നും അനൗൺസ് ചെയ്യുകയാണ് ക്യാപ്റ്റൻ്റെ തീരുമാനം അന്തിമമാണ് എന്നത്. അവസാനം സാബുമാനും ആര്യനും തമ്മിലുള്ള മത്സരമായിരുന്നു. 2 ആളും ഞാനായിരിക്കും ഈ ഒരു വീക്കിലെ ക്യാപ്റ്റൻ എന്നുള്ള മട്ടിലാണ് മത്സരിച്ചത്. സാബുമാൻ്റെയൊക്കെ കൈ ഇടയ്ക്കുള്ള സമയത്ത് വളരെയധികം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയധികം നേരം കൈ നിവർത്തിപ്പിടിക്കുക ഒരു കയറിൽ തന്നെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ കയറിൽ ഒരേ സമയം പിടിച്ചുകൊണ്ട് നിന്നാൽ സത്യത്തിൽ കൈ തരിച്ചു പോകും. എന്നിട്ടും അവർ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കയറിൽ നിന്നും വെടുകിയ കൈ മടക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയ രീതിയിൽ കുറച്ചൊന്ന് കൈ ബെൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണ്. എന്തായാലും ആര്യൻ എങ്ങനെയെങ്കിലും ഈ ഒരു വീക്ക് നോമിനേഷൻ ഫ്രീ ആവണം. സാബുമാൻ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും ഈ വീക്ക് ക്യാപ്റ്റൻ ആവണം, അത് തൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് 8 മണിക്കൂർ നീണ്ടുനിന്ന ക്യാപ്റ്റൻസി ടാസ്കിനൊടുവിൽ സാബുമാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7 ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. സാബുമാൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ആയിരിക്കും എന്നത് ഒരുപാട് പ്രേക്ഷകർ നോക്കി കാണുന്നുണ്ട്. കാരണം സാബുമാൻ ക്യാപ്റ്റൻ ആവണം എന്നത് ഒരുപാട് പ്രേക്ഷകരുടെ ആഗ്രഹമായിരുന്നു. നമുക്ക് കാത്തിരിക്കാം സാബുമാൻ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് വീട് എന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.